ഈ ജന്മത്തിൽ എനിക്ക് കുട്ടികൾ വേണ്ട, ഞാൻ കുട്ടികളില്ലെങ്കിലും വളരെ ഹാപ്പിയാണ്. ഇതാരെ പറഞ്ഞെന്നറിയാം? ലെന പറഞ്ഞത്. ലെനയുടെ ആദ്യത്തെ വിവാഹം ഒരു പരാജയമായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് ഇപ്പം അടുത്താണ് ലെന വേറൊരാളെ കല്യാണം കഴിച്ചത്. അപ്പോൾ ലെന എന്ത് കാര്യം തുറന്നു പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അതിൽ മൂപ്പർക്ക് ഒരു ചമ്മലോ വിഷമോ ഒന്നുമില്ല. ഇപ്പോൾ ഈ കുട്ടികളെ വേണ്ട എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ത്രീകൾ 45 വയസ്സ് തൊട്ട് 55 വയസ്സ് വരെ കടന്നു പോകുന്ന മെനോപ്പോസ് എന്ന് പറഞ്ഞുള്ള ഒരു പീരീഡിൽ കൂടെ ലെന കടന്നു പോകണം. അപ്പോൾ ഇനി മെനോപ്പോസായി, ഇനി കുട്ടികളുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ലെന ആദ്യമായിട്ട് ആൽബത്തിലാണ് വന്നത്. തൃശ്ശൂർകാരിയാണ്, അതിൽ നമുക്ക് അഭിമാനിക്കാം. ആൽബത്തിൽ വന്നു, ആൽബം കഴിഞ്ഞിട്ട് സീരിയലിൽ വന്നു, സീരിയൽ കഴിഞ്ഞിട്ട് സിനിമയിൽ വന്നു. ശരിക്കും പറഞ്ഞാൽ ലെന ഒരു അത്ഭുത പ്രതിഭാസമാണ് എന്ന് പറയാം. വളരെ സുന്ദരിയാണ്. അതുപോലെ തന്നെ ലെനയ്ക്കുള്ള മുഖസൗന്ദര്യം വേറെ സ്ത്രീകൾക്ക് വളരെ കുറവാണല്ലോ. അതുപോലെ തന്നെ ചുണ്ടിൻ്റെ സൗന്ദര്യം, അതുപോലെ തന്നെ അഭിനയത്തിൻ്റെ ഒരു തീക്ഷ്ണത, വളരെ നല്ല, എത്ര നല്ല കഥാപാത്രം കൊടുത്താലും വളരെ ഗംഭീരമായിട്ട് അത് പെർഫോം ചെയ്യാനുള്ള കഴിവ് ലെനയ്ക്കുണ്ട്. അതുമല്ല, ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാത്ത, ഇന്നവരെ ഒരു ലെനനെ കുറിച്ച് വേറൊരു നടനെക്കുറിച്ചോ വേറെ എന്തെങ്കിലും അസൂയോ കുശുമ്പോ എന്തെങ്കിലും ഒന്ന് കേൾപ്പിക്കാത്ത വളരെ നല്ലൊരു മനസ്സിനുടമയാണ് ലെന. പക്ഷേ ഇപ്പോൾ ലെന അന്വേഷിച്ച് നടന്ന ഒരു നല്ലൊരു ഭർത്താവിനെയാണ് കിട്ടിയത്. കോടീശ്വരനാണ്. അവർ വളരെ സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലെന ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് കുട്ടികൾ വേണ്ട, കുട്ടികളില്ലെങ്കിലും ഞാൻ വളരെ 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 ഹാപ്പിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ലെനയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ബോൾഡൻസാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തും പല രീതിയിലും ഫോട്ടോസുകൾ കാണാം. പല സ്ഥലങ്ങളിൽ ട്രാവൽ പോകുമ്പോൾ ചിലപ്പോൾ മൊട്ടടിച്ചിട്ട് കാണാം, ചിലപ്പോൾ മൊട്ടടിക്കാണ്ട് കാണാം. അതുപോലെ തന്നെ ചിലപ്പോൾ പുരുഷന്മാരെ കെട്ടി കാണാം. അതുപോലെ തന്നെ ലെനയുടെ കഴിഞ്ഞ ജന്മം, പൂർവ്വജന്മം ഓർമ്മയുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ശ്രദ്ധ നേടിയുള്ള ഒരു നടിയാണ് ലെന. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കാലം ആരായിരുന്നു എന്ന് ലെനയ്ക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ഒരു അത്ഭുത പ്രതിഭാസമാണ് ലെന. ഒരു സകലകലാ വല്ലഭി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ലെനയുടെ ഒരു ആരാധകനാണ്. അപ്പോൾ അതുകൊണ്ട് ലെന തൃശ്ശൂർകാരി ആയതിൽ നമുക്ക് അഭിമാനമുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു നടി ആയതിൽ നമുക്ക് അഭിമാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലെന ഈ പറഞ്ഞ കാര്യങ്ങളെ കൂടെയൊക്കെ നല്ലൊരു കുടുംബജീവിതമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ കൂടെ സിനിമ അഭിനയിക്കും. അപ്പോൾ ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാത്ത ഒരു പാവം ലെനയ്ക്ക് ഇരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ ഗുഡ് സല്യൂട്ട്. ലെന സിനിമ ലോകത്തുള്ളവർക്കൊരു അത്ഭുതമാണ്. ലെന ഒറ്റയ്ക്ക് ലൊക്കേഷനിൽ വരുന്നു, ആരോടും സംസാരിക്കില്ല, ഒരു പുസ്തകം വായിച്ച് അങ്ങനെ ഇരിക്കും. കിട്ടുന്ന റോളാണെന്ന് ഭംഗിയായി ചെയ്യും. പല സമയത്തും പല കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കുക. സ്പിരിറ്റ് ആ ഒരു വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ലെനയുടെ വിവാഹം തന്നെ അതുകൊണ്ട് നടക്കാൻ കാരണം. കാരണം വെച്ചാൽ ഇതേ ചിന്താഗതിക്കാരനായ ഒരാളാണ് ലെനേനെ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ചേരേണ്ട രീതിയിൽ ചേർന്നു. അത് നമുക്ക് സന്തോഷിക്കാം.